റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. ഫിഷ് മോളിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്ന റെസിപ്പി. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കിങ് ഫിഷാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഏകദേശം 700 ഗ്രാം വെയിറ്റ് വരും. ആദ്യം നമുക്കിതൊന്ന് മസാല പുരട്ടിയെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ ആവശ്യത്തിന് ഉപ്പും. കുറച്ച് നാരങ്ങ നീര് കൂടി ചേർക്കാം. അര നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. മസാല നന്നായിട്ട് മീനിലെല്ലാം തേച്ച് പിടിപ്പിച്ചെടുക്കാം. അതിനുശേഷം അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ മസാലയെല്ലാം മീനിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരുപാടങ്ങ് ഫ്രൈ ചെയ്ത് ക്രിസ്പിയാക്കി എടുക്കണ്ട, ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. കൂടുതൽ എണ്ണ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. മസാലയിൽ നമ്മൾ മുളക് പൊടി ചേർക്കാത്തത് കൊണ്ടാണ് മീനിന് ഈ ഒരു കളറ്. കുരുമുളക് പൊടി മാത്രമാണ് നമ്മൾ എരിവിന് വേണ്ടി ചേർത്തിട്ടുള്ളത്. ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് അടുത്ത വശം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ മീനിൻ്റെ 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി ഫിഷ് മോളി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 തക്കാളി, 6 അല്ലി വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും. ഇത് ഞാനൊരു ചട്ടിയിലാണ് ഫിഷ് മോളി തയ്യാറാക്കുന്നത്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 തക്കോലവും 1 ചെറിയ കഷ്ണം പട്ടയും ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് വഴറ്റിയെടുക്കാം. പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എണ്ണം കൂട്ടാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. ഉള്ളി ഒന്ന് വഴന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. തക്കാളി ഇതേപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. തക്കാളി അത്യാവശ്യം നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കണം, തേങ്ങാപ്പാൽ. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ ഉള്ളി വഴറ്റിയ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഫിഷ് ഫ്രൈ ചെയ്തെടുത്ത സമയത്തും ഉപ്പുണ്ട്. അപ്പോൾ അതെല്ലാം അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മീനും കൂടി ഇട്ട് കൊടുക്കാം. മീനെല്ലാം ഇട്ടതിന് ശേഷം അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ 20 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല കുറുകിയ ചാറോടുകൂടി കിട്ടും. നല്ല ടേസ്റ്റിയുമായിരിക്കും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിക്ക് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും കിട്ടും. 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നല്ല കട്ടിയുള്ള 1-ാം പാൽ 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത് വയ്ക്കാം. അവസാനം ഇതിലേക്ക് തക്കാളിയുടെ 2 കഷ്ണവും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറിക്കൊരു പ്രത്യേക സ്വാദ് കിട്ടും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മോളി തയ്യാറായിട്ടുണ്ട്. ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.